Hello everyone, welcome to ATC, a teaching capsule. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലുള്ള രണ്ടാമത്തെ ചാപ്റ്ററായ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് ആണ്. ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ കേട്ടഡ് 2 സയൻസ്, കേട്ടഡ് 3 നാച്ചുറൽ സയൻസ്, സെറ്റ് ജനറൽ പേപ്പർ, അതർ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ എന്നും അതേപോലെ കോൺകേവ്, കോൺവെക്സ്, പ്ലെയിൻ മിററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ട് 2 നമ്മൾ ആ പാഠത്തിലെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നെക്സ്റ്റ് ടോപ്പിക്കാണ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ പറയുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തെന്ന് വിചാരിക്കുക. ആ ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് നമ്മളൊരു പെൻസിൽ ഇട്ട്, അപ്പോൾ നമുക്ക് ഈ പെൻസിൽ ഇങ്ങനെ മുറിഞ്ഞതുപോലെയാണ് കാണാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു കോയിൻ ഇട്ട്, ഒരു കോയിൻ വെച്ച്, എന്നിട്ട് നമ്മൾ ഫ്രണ്ടിനോട് ഈ ഒരു കോയിനെ നോക്കിയിട്ട് ബാക്കോട്ട് നടക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഒരു പൊസിഷനിലെത്തിയാൽ ഈ ഒരു കോയിനെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പിന്നെയും നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കോയിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ റിഫ്രാക്ഷൻ കാരണമാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റിഫ്രാക്ഷൻ എന്ന്. ഇവിടെ നിന്നാണ് ഈ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിലുള്ള പെൻസിൽ നോക്കുന്നതെന്ന് വിചാരിക്കുക. അന്നേരം ലൈറ്റ് ഇവിടെ എയറിലൂടെയും വാട്ടറിലൂടെയും പാസ് ചെയ്തിട്ടാണ് ഈ ഒരു പെൻസിലിലേക്ക് എത്തുന്നതും തിരിച്ച് എൻ്റെ കണ്ണിലേക്ക് എത്തുന്നതും. അപ്പോൾ ഇവിടെ 2 മീഡിയത്തിലൂടെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്, എയറും വാട്ടറും. അപ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ലൈറ്റ് ഡീവിയേറ്റഡ് ആവും. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ പാത്ത് ഡീവിയേഷൻ സംഭവിക്കും. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി, ഈ ഒരു ലൈറ്റിൻ്റെ ഫിനോമിനയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ its path undergoes a deviation. അതിൻ്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ, അതായത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പാത്തിൽ ഡീവിയേഷൻ സംഭവിക്കും. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലൈറ്റിൻ്റെ ഫിനോമിനയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ കാരണമാണ് നമ്മൾ വെള്ളത്തിലിട്ട പെൻസിൽ ഇങ്ങനെ മുറിഞ്ഞതുപോലെയും അതേപോലെ തന്നെ ഈ കോയിന് കാണാൻ വേണ്ടി സാധിക്കാതിരുന്നതും. ഇനി നമുക്ക് ലെൻസസിനെ കുറിച്ച് നോക്കാം. ലെൻസസ് മെയിൻലി 2 ടൈപ്സ് ആണ് ഉള്ളത്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ ഈ മിഡിൽ പോർഷൻ ബൾജ് ചെയ്തിട്ടും ഈ അറ്റം മെലിഞ്ഞിട്ടുമാണ് ഉണ്ടാവുക. അതേ സമയത്ത് കോൺകേവ് ലെൻസ് ആണെങ്കിൽ മിഡിൽ തിന്നും തിക്കായിട്ടുള്ള എഡ്ജസുമാണ് ഉണ്ടാവുക. അപ്പോൾ കോൺവെക്സ് എന്ന് പറയുമ്പോൾ തിക്ക് സെൻട്രൽ പോർഷനും തിൻ എഡ്ജ്, ഇതാണ് കോൺവെക്സ്. കോൺകേവോ തിന്നായിട്ടുള്ള സെൻട്രൽ പോർഷനും തിക്കായിട്ടുള്ള എഡ്ജുമാണ് കോൺകേവിൽ ഉണ്ടാവുക. ഇനി ഈ ഒരു കോൺവെക്സ് മിററിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ കോൺവെക്സ് മിറർ എന്ത് ചെയ്യും, എല്ലാ ലൈറ്റിനെയും കൺവേർജ്, അതായത് ക്ലോസറിലേക്ക് കൊണ്ടുവരും. അതിനെയാണ് കൺവേർജസ്, എല്ലാം ഒരിടത്ത് കൂട്ടിമുട്ടും. അപ്പോൾ കോൺവെക്സ് മിററിൽ
ലൈറ്റ് റേസ് എന്തായിരിക്കും? ക്ലോസർ ടു ഈച്ച് അതർ. ലൈറ്റ് റേസ് കോൺവെക്സ് മിററിലൂടെ ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് റേസ് ക്ലോസറിലേക്ക് ആയിരിക്കും കൺവേർജ് ചെയ്യും. അതായത് കൺവേർജ് ചെയ്യും, എല്ലാം കൂട്ടിമുട്ടും. അതേ സമയത്ത് നമ്മളെ കോൺകേവ് മിററിലൂടെയാണ് ലൈറ്റ് ഫോൾ ചെയ്യുന്നതെങ്കിൽ, പാസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡൈവേർജ് ആണ് നടക്കുന്നത്. അതായത് ലൈറ്റ് ദൂരോട്ടേക്കാണ് പോവുക. അപ്പോൾ ലൈറ്റ് റേസ് കോൺകേവ് മിററിലൂടെ പാസ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. സെപ്പറേറ്റ്. ഇതിനെ നമുക്ക് ഡൈവേർജ് എന്നും കൂടി പറയാൻ വേണ്ടി പറ്റും. കോൺവെക്സ് ലെൻസ് റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുക. കോൺവെക്സ് ലെൻസിൽ റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുക. കോൺകേവ് ലെൻസ് ആണെങ്കിൽ വെർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറയുന്നത് ബിഗ് ആയിരിക്കും. ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് ബിഗ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ എന്നിവയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോം ചെയ്യുന്ന ഇമേജ് ബിഗ് സൈസാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഡിസ്പേർഷനെ കുറിച്ച് പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആകാശത്ത് റെയിൻബോ 7 കളേഴ്സ് ആണ്. അതേപോലെ തന്നെ ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ അതും 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ സൺലൈറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ലൈറ്റാണ്. സൺലൈറ്റ് വൈറ്റ് ലൈറ്റാണ്. ഈ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് 7 കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതാണ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് വിബ്ജിയോർ എന്ന് വിളിക്കാം. അപ്പോൾ സൺലൈറ്റ് എന്ന് പറയുന്നത് ഈ 7 കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 7 കളേഴ്സ് കമ്പൈൻ ചെയ്താൽ വൈറ്റ് കളറാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മുടെ ഒരു വൈറ്റ് കളറുള്ള ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു പ്രിസത്തിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അത് ആ വൈറ്റ് ലൈറ്റ് എന്താവും? 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യും? ആകാശത്ത് റെയിൻബോ കാണുന്നതും ഈ സൺലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ 7 കളേഴ്സ് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്പേർഷൻ. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് splitting up white light സ്പ്ലിറ്റ് ചെയ്യുക into its component colors. ഇതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ കാരണമാണ് ഡിസ്പേർഷൻ നടക്കുന്നത്. അതായത് ഓരോ കളർ ലൈറ്റും ഓരോ രീതിയിലാണ് റിഫ്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഡീവിയേറ്റ് ചെയ്യുന്നത്. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കളേഴ്സ് ഓഫ് ലൈറ്റ്, ഓരോ കോമ്പണൻ്റ് കളേഴ്സ് ലൈറ്റും എന്ത് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് റേറ്റിലാണ് അവിടെ ഡീവിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിസ്പേർഷൻ ഉണ്ടാവുന്നതും നമുക്ക് റെയിൻബോയിൽ 7 കളേഴ്സ് കാണാൻ വേണ്ടി പറ്റുന്നതും പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ 7 കളേഴ്സായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം.
കേട്ടറ്റ് 2 ഡിസംബർ 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ക്വസ്റ്റ്യൻ? എ പെൻസിൽ പ്ലേസ്ഡ് ഒബ്ലിക്വലി ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ അപ്പിയേഴ്സ് ബ്രോക്കൺ. ദിസ് ഫിനോമിന റെസ്പോൺസിബിൾ ഫോർ ദിസ് ഈസ്. അതായത് ഒരു പെൻസില് നമ്മൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് പെൻസില് പ്ലേസ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ബ്രോക്കൺ ആയിട്ടാണ് കാണാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ നമ്മളിപ്പം പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. റിഫ്ലക്ഷൻ ആണോ, ഡിസ്പേർഷൻ ആണോ, സ്കാറ്ററിങ് ആണോ, റിഫ്രാക്ഷൻ ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ. കാരണം ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഡീവിയേഷൻ സംഭവിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാരണമാണ് നമുക്ക് പെൻസിൽ ബ്രോക്കൺ ചെയ്തതുപോലെ തോന്നുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണിത്. കേട്ടറ്റ് 2 ഡിസംബർ 2020 ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ആൻ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. അതായത് പ്ലെയിൻ മിററിൽ ഫോം ചെയ്ത ഇമേജിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന്, ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനെക്കുറിച്ചാണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്? പ്ലെയിൻ മിററിനെ കുറിച്ചാണ് തന്നിട്ടുള്ളത്. ദ സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ശരിയാണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ സൈസ് ഓഫ് ദ ഇമേജും ഒബ്ജക്റ്റിൻ്റെ സൈസും ഈക്വൽ ആയിരിക്കുമെന്ന്. പക്ഷെ ഇവിടെ എന്നാ പറഞ്ഞിട്ടുള്ളത്? ഇമേജിൻ്റെ സൈസും ഒബ്ജക്റ്റും സൈസും ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി സെയിം ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ദ ഇമേജ് വിൽ ബി ലാറ്ററലി ഇൻവേർട്ടഡ്. ശരിയാണോ? അതെ, ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തുകൊണ്ട് ഇത് കറക്റ്റ് ആയത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്ലെയിൻ മിററിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വലത് കൈ പൊക്കിയിട്ടാണുള്ളത്. അപ്പോൾ പ്ലെയിൻ മിററിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഇടത് കൈ പൊക്കിയതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലാറ്ററലി ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ദി ഇമേജ് വിൽ നോട്ട് ബി ലാറ്ററലി ഇൻവേർട്ടഡ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നേ കറക്റ്റ് ആയിരിക്കും. നമുക്കറിയാം ബി എന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ സി തെറ്റാണ്. വിൽ നോട്ട് ബി എന്നാണ് പറയുന്നത്. പക്ഷേ ദി ഇമേജ് വിൽ ബി ലാറ്ററലി ഇൻവേർട്ടഡ് ആണ് നമുക്ക് അറിയുകയും ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇമേജ് ആൻഡ് ദ മിറർ വിൽ നോട്ട് ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ബിറ്റ്വീൻ ദി ഇമേജ് ആൻഡ് ദ മിറർ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജും മിററിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ തന്നിട്ടുള്ളതോ വിൽ നോട്ട് ബി ഈക്വൽ എന്നാണ്. ഈ നോട്ട് ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ വിൽ നോട്ട് ബി ഈക്വൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് മോർ സ്യൂട്ടബിൾ ടു യൂസ് ആസ് എ ഷേവിംഗ് മിറർ. ഷേവിംഗ് മിറർ ആയിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മിറർ ഏതാണ്? അപ്പോൾ നമുക്ക് ഷേവ് ചെയ്യുമ്പോൾ ഇമേജ് കുറച്ച് വലുതാക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റണം. ബിഗ്ഗറായിട്ട് കാണാൻ വേണ്ടി സാധിക്കണം. എന്നാലാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പം നമുക്കറിയാം ഏത് മിറർ യൂസ് ചെയ്താലാണ് നമുക്ക് വലിയ ഇമേജസ് ലഭിക്കുക. അതെ, കോൺകേവ് മിറർ യൂസ് ചെയ്താലാണ് നമുക്ക് കുറച്ചുകൂടി വലിയ ഇമേജസ് ഫോം ചെയ്യാം. അപ്പോൾ കോൺകേവ് മിററാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. കോൺവെക്സ് മിററിൽ നമുക്കറിയാം സ്മോൾ ഇമേജസ് ആണ്, ഡിമിനിഷ്ഡ് ആയിട്ടുള്ള സ്മോൾ ഇമേജ് ആണ് കിട്ടുക. പ്ലെയിൻ മിററിൽ സെയിം ആയിരിക്കും. നമ്മൾ എന്താണോ കാണുന്നത് അത് തന്നെയാണ്. അത് സെയിം ഇമേജ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇനി കോൺവെക്സ് ലെങ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കോൺകേവ് മിറർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു എവ്രിവൺ.